നിങ്ങൾക്ക് എത്ര പത്തിരി തിന്നും? ഞാൻ ഒറ്റ ഇരിപ്പിന് 15 പത്തിരി വരെയൊക്കെ തിന്നും. ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഒറ്റ ഇരിപ്പിന് എത്ര പത്തിരി തിന്നും? ഇറച്ചിക്കറി ഉണ്ടല്ലോ, പത്തിരിക്ക്, പുട്ടിന്, ചോറിന്, ചപ്പാത്തിക്ക്, അപ്പത്തിന് എന്തിന്റെ കൂടെയും ഒരുപോലെ പോകുന്ന ഐറ്റം ഉണ്ട് കേട്ടോ. വേറെ ലെവല്. പീസ് ഒന്ന് തിന്നോട്ടെ. ഈ അടുപ്പിൽ വെക്കുന്ന കറികൾക്കുള്ള പ്രത്യേകത ഇതാണ്. 2 ദിവസം മുമ്പേ നമ്മൾ ചക്ക കുഴച്ച് നാടൻ ചുക്കനും കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചില്ലേ? ആ വീഡിയോയിൽ ഒത്തിരി പേര് എന്നോട് ആ വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പി ചോദിച്ചിരുന്നു. ഞാൻ അതിൽ കാണിക്കാതിരുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ചിക്കൻ കറികൾ നമ്മൾ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയതാണ്. പക്ഷെ നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് തരാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. താ പിടിച്ചോ കേട്ടോ. ഉരുളി വെച്ച് ചൂടാവുമ്പോൾ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 4 സബോള ഇട്ട് ഇളം ചുമപ്പാവണം വരെ നമ്മൾ നന്നായിട്ട് വരട്ടി എടുക്കാം. ഇനിയോ 3 പച്ചമുളക് അറ്റം കീറിയത്, ഒരു 10 ചുള വെളുത്തുള്ളി ചതച്ചത്, 2 ഇഞ്ച് ഇഞ്ചിയുടെ കഷ്ണം ചതച്ചത് ഇട്ട് നന്നായിട്ട് വഴറ്റണം. ഏകദേശം വഴന്ന് വരുമ്പം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും അങ്ങോട്ട് ചേർത്ത് വഴറ്റാം. അടി പിടിക്കാൻ നോക്കിക്കോണം. ഇനി അങ്ങനെ പിടിക്കുന്ന ഉറപ്പുള്ളൊരു കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങ് വഴറ്റിയാൽ മതി. ഇപ്പം ഏകദേശം വഴന്ന് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് 2 തക്കാളി നന്നായിട്ട് അരിഞ്ഞത് ചേർത്ത് വഴറ്റാം. ഇനി ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ചപ്ലി ആവണം. അത് വരെ നന്നായിട്ട് മാഷ് ആവണം നടത്തും. ഇനി അതിന് ശേഷം നല്ല കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചിക്കൻ നമ്മൾ ചേർക്കാം. നാടൻ ചിക്കൻ അല്ല, സാധാരണ ബ്രോയിലർ ചിക്കനാണ് കേട്ടോ. ഒന്ന് ഇളക്കി മറിച്ച് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഒരു പകുതി വേവാവണം വരെ വേവിച്ചാൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് 1 മുറി തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി അതിലേക്ക് ഒരു 10 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള മുഴുവൻ മല്ലിയോ ചേർത്തോ. മുഴുവൻ മല്ലി ചേർത്തോ ഒന്നും കൂടെ അടിപൊളിയായിരിക്കും. പിന്നെ പെരിഞ്ചീരകം ഒരു 1/2 ടീസ്പൂൺ മതി. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയോ അല്ലെങ്കിൽ മുഴുവൻ ഗരം മസാലയുടെ സാധനങ്ങളോ ഇടാം. ഇത് നന്നായിട്ട് ഇത് വഴറ്റി നല്ല മൂക്കുമ്പോൾ നല്ല മഷി പോലെ അരച്ചെടുക്കണം. അരപ്പ് അങ്ങോട്ട് ഒഴിക്കണം. അതിൻ്റെ അകത്ത് ജാറും കൂടെ കഴുകി അങ്ങോട്ട് ഒഴിച്ചിട്ട് അടച്ചു വെച്ച് ഒരു 10-20 മിനിറ്റ് ചെറു തീയിൽ വേവിക്കണം. ഇതാ ഇപ്പം നോക്ക് വെന്ത് പാകമായി. ഇനി നമുക്ക് ഇറക്കിയതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് അങ്ങോട്ട് ഒഴിക്കാം. ആഹാ, മണങ്ങട് പൊങ്ങിയില്ലേ? നിങ്ങൾക്ക് കിട്ടിയോ പറയണം കേട്ടോ. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കഴിക്കുമല്ലേ? അപ്പോൾ നല്ല കട്ടി പത്തിരിയാണേ, നൈസ് പത്തിരിയല്ല. ചില സമയത്ത് എനിക്കതും ഇഷ്ടമാണ്. നല്ല വറുത്തരച്ച ചിക്കൻ്റെ ചാറിലിങ്ങനെ ഇട്ടെടുത്ത് കുഴച്ച് ഇപ്പം എല്ലാവർക്കും നോമ്പൊക്കെ ആയത്, കൂടുതൽ ആളുകൾക്ക് നോമ്പായതുകൊണ്ടേ പത്തിരി ധാരാളം ഉള്ളതുകൊണ്ടും ചിക്കൻ കറി ഒക്കെ ഉള്ളതുകൊണ്ടും ഇത് അന്നമ്മയെ കൊതിപ്പിച്ചു എന്ന് പറയണ്ട. ഇത് ശരിക്കും കൊതി എൻ്റേതാണ്. കാരണം ഒരു 15 വയസ്സ് മുതൽ എന്നെ എപ്പോഴും മോഹിപ്പിക്കുന്ന ഒരു ഫുഡാണ് പത്തിരി. ഞാൻ എത്ര ഉണ്ടാക്കിയാലും ശരിയാവില്ല. അതുകൊണ്ട് തന്നെ കിട്ടുമ്പോൾ ഇതുപോലെ അതേ കുഴച്ച് അടിക്കും. ഇറച്ചിക്കറി ഉണ്ടല്ലോ, പത്തിരിക്ക്, പുട്ടിന്, ചോറിന്, ചപ്പാത്തിക്ക്, അപ്പത്തിന് എന്തിൻ്റെ കൂടെയും ഒരുപോലെ പോകുന്ന ഐറ്റം ഉണ്ട് കേട്ടോ. വേറെ ലെവല്. പീസ് ഒന്ന് തിന്നോട്ടെ. ഈ അടുപ്പിൽ വെക്കുന്ന കറികൾക്കുള്ള പ്രത്യേകത ഇതാണ്. ഭയങ്കര സ്ലോ കുക്കും ഉരുളിയിലും ചട്ടിയിലും ഒക്കെ ആയതുകൊണ്ട് അന്യായ ടേസ്റ്റും ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എത്ര പത്തിരി തിന്നും? ഞാൻ ഒറ്റ ഇരിപ്പിന് 15 പത്തിരി വരെയൊക്കെ തിന്നും. ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പത്തിരി ഇഷ്ടമുള്ളവർ ആരൊക്കെയാണ്? ഒറ്റ ഇരിപ്പിന് എത്ര പത്തിരി തിന്നുന്നുള്ളത്. ഇപ്പോൾ ഒരു 1.5 പത്തിരി തിന്നിട്ടുള്ളൂ, അത് വേറെ കാര്യം. തനി നാടൻ വറുത്തരച്ച ചിക്കൻ കറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടിപൊളി. ഇഷ്ടമായ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഉറപ്പായിട്ടും പരീക്ഷിക്കുകയും ചെയ്യണം. അപ്പോൾ അടുത്ത കിടിലൻ എപ്പിസോഡുമായിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം അന്നമ്മ.